ഹലോ എവരിവൺ, വെൽക്കം ടു ബോട്ടണി ബണ്ണി. നമ്മൾ ഈ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ പാർട്ട് 5 ആയ സുവോളജി സിലബസിൽ വരുന്ന മൊഡ്യൂൾ 1 ആയ ഹ്യൂമൻ ഫിസിയോളജിയിൽ വരുന്ന ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്താം. അവിടെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ക്ലാസ്സുകളുടെ PDF-ഉം ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജൂനിയർ ലാബ് അസിസ്റ്റന്റിന് വേണ്ടിയുള്ള സുവോളജി ബോട്ടണി ക്ലാസ്സുകൾ നമ്മൾ പ്ലേലിസ്റ്റുകളാക്കി തന്നെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജൂനിയർ ലാബ് അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. The signals of partuation originate from. സിഗ്നൽസ് ഓഫ് പാർച്വേഷൻ അതായത് ചൈൽഡ് ബർത്ത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. സോ ഓപ്ഷൻ എ പ്ലാസെന്റ, ഓപ്ഷൻ ബി ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ്, ഓപ്ഷൻ സി ഓക്സിറ്റോസിൻ റിലീസ് ഫ്രം പിറ്റ്യൂട്ടറി, ഓപ്ഷൻ ഡി പ്ലാസെന്റ ആൻഡ് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ്. സോ ഓപ്ഷൻ ഡി ബോത്ത് പ്ലാസെന്റ ആൻഡ് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സോ പാർച്വേഷൻ അഥവാ ചൈൽഡ് ബർത്ത് അതായത് പ്രഗ്നൻസിയുടെ ഒരു അവസാന ഫോമാണ് അല്ലേ എന്ത് ചൈൽഡ് ബർത്ത് എന്ന് പറയുന്നത്. സോ സിഗ്നൽസ് ഓഫ് പാർച്വേഷൻ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഫുള്ളി ഡെവലപ്പ് ചെയ്ത ഫീറ്റസിൽ നിന്നും അതുപോലെ പ്ലാസെന്റയിൽ നിന്നും തന്നെയാണ്. അതുവഴിയായിട്ട് മൈൽഡായ യൂട്രൈൻ കോൺട്രാക്ഷൻസിന് കാരണമാകുന്നുണ്ട്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിറ്റോസിൻ ഒരു ബർത്ത് ഹോർമോൺ ആണ്. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് റിലീസ് ആവുകയും ചെയ്യുന്നുണ്ട്. സോ ഈ ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസിൽ നിന്നും പ്ലാസെന്റയിൽ നിന്നുണ്ടാവുന്ന സിഗ്നൽസ് വഴിയായിട്ടാണ് പാർച്വേഷൻ ഉണ്ടാവുന്നത്. അതുവഴിയായിട്ടാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ബർത്ത് ഹോർമോൺ. അപ്പോൾ അതും നോട്ട് ചെയ്യാം. ബർത്ത് ഹോർമോൺ എന്ന് പറയുന്നത് ആരെയാണ്? ഓക്സിറ്റോസിനെയാണ്. സോ അത് എവിടെ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്. സോ ഇത് കൺഫ്യൂസ് ആവരുത്. ഈ ഒരു സിഗ്നൽ ഒറിജിനേറ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് പ്ലാസെന്റയും അതുപോലെ തന്നെ ഫുള്ളി ഡെവലപ്പ് ചെയ്ത ഫീറ്റസും തന്നെയാണ്. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ബർത്ത് ഹോർമോണിന് വേറൊരു ഫംഗ്ഷനും കൂടിയുണ്ട്. ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് മിൽക്ക് റിലീസ് ചെയ്യുക എന്നുള്ളതും ഓക്സിറ്റോസിന്റെ ഫംഗ്ഷനാണ്. സോ ഓക്സിറ്റോസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? യൂട്രൈൻ്റെ കോൺട്രാക്ഷനും പാർച്വേഷന്റെ സമയത്തുള്ള യൂട്രൈൻ കോൺട്രാക്ഷൻ, അതുപോലെ തന്നെ മിൽക്ക് റിലീസ് ചെയ്യുക എന്നുള്ളത് ഡ്യൂറിങ് ബ്രസ്റ്റ് ഫീഡിങ്. അപ്പോൾ ഇതും ഓർത്തു വയ്ക്കുക. In human females, menstruation can be deferred by the administration of dash. Option A, combination of estrogen and progesterone. Option B, FSH only. Option C, LH only. Option D, combination of LH and FSH. So, option A, combination of estrogen and progesterone ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലേ, മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? പീരിയോഡിക് ആയ ഡിസ്ചാർജ് ആണ്. അവിടെ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത് ബ്ലഡും ടിഷ്യൂസും ഫ്ലൂയിഡും മ്യൂക്കസും ഒക്കെയാണ്. ഇതും യൂട്രസിൽ നിന്നാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ അത് വജൈനയിൽ കൂടെ പാസ് ചെയ്ത് ആണ് നമുക്ക് മെൻസസ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ ഫോം ചെയ്യുന്നത്. സോ മെൻസ്ട്രൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് കോസ്ഡ് ബൈ സഡൻ റിഡക്ഷൻ ഓഫ് ഹോർമോൺസ്. ഹോർമോണുകളുടെ റിഡക്ഷൻ കാരണമാണ് മെൻസ്ട്രൽ ഫ്ലോ സംഭവിക്കുന്നത്. അതിന് കാരണമാകുന്ന രണ്ട് ഹോർമോൺസ് ആണ് ഈസ്ട്രജനും അതുപോലെ തന്നെ പ്രൊജസ്ട്രോണും എന്ന് പറയുന്നത്. ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ചേർന്നിട്ടാണ് എൻഡോമെട്രിയലായ ലൈനിങ്ങിനെ ബ്രേക്ക് ചെയ്യുകയും അവിടെ നിന്നുള്ള ബ്ലഡിനെയൊക്കെ റിലീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ ഡിലേ ഓഫ് മെൻസ്ട്രേഷനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഹോർമോൺസ് എന്ന് ചോദിച്ചാൽ തന്നെയും നമുക്ക് ഉത്തരം പറയാനുള്ള ആരാണ്? കോമ്പിനേഷൻ ഓഫ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ആണ് ഇത് ഡിലേ ആക്കാനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺസ് എന്ന് പറയുന്നത്. ലൈനിങ് ഓഫ് യൂട്രസ് അഥവാ എൻഡോമെട്രിയം എന്ന് പറയുന്നത് ഓരോ മാസം എന്ത് ചെയ്യുന്നുണ്ട്? എംബ്രിയോ വന്ന് ഇംപ്ലാന്റ് ചെയ്യുന്നതിന് പ്രിപ്പയർഡ് ആവുന്നുണ്ട്. അങ്ങനെ അവരെ പ്രിപ്പയർ ചെയ്യുന്നത് ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺസ് ആണ്. സോ ഇപ്പോൾ ഇൻ കേസ് പ്രഗ്നൻസി ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എൻഡോമെട്രിയം ഷെഡ് ചെയ്യുകയും അതുവഴിയായിട്ട് മെൻസ്ട്രൽ പീരീഡ് ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഒവ്യുലേഷൻ കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? മെൻസ്ട്രൽ പീരീഡ് ആരംഭിക്കുന്നത്. സോ ഒരു പ്രഗ്നൻസി ടൈമിൽ നോക്കുകയാണെങ്കിൽ പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ ഇവർ അവരുടെ ഹൈപ്പർ ട്രോഫിക് കണ്ടീഷനിലായിരിക്കും. അതായത് ഭയങ്കര സൈസും അതുപോലെ അവരുടെ സെക്രീഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. സോ എൻഡോമെട്രിയൽ ലൈനിങ്ങിലും യൂട്രസ് അതുപോലെ ഫലോപ്പിയൻ ട്യൂബിലൊക്കെ പ്രഗ്നൻസിയുടെ ടൈമിൽ ഇവരെപ്പോഴും ഹൈ റേഞ്ചിലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് പ്രോപ്പറായ ഫീറ്റസിന്റെ ഇംപ്ലാന്റേഷനും
ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ എൻഡോമെട്രിയൽ ഗ്ലാൻഡ്സ് ടു സെക്രീറ്റ് ന്യൂട്രിയൻ ഫ്ലൂയിഡ് ഫോർ ഫീറ്റസിന് വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കുന്നതിനും ഒക്കെ ചെയ്യുന്നത് ഈ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. സോ ദെർഫോർ ബൈ സപ്ലൈ ഓഫ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ മെൻസ്ട്രേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നിർത്താനോ അല്ലെങ്കിൽ ഡിലേ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. The function of corpus luteum is to produce option A estrogen, option B progesterone, option C HCG, option D relaxin. So function of corpus luteum എന്താണ്? ഓപ്ഷൻ ബി പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കോർപ്പസ് ലൂട്ടിയന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് പ്രഗ്നൻസി ഇൻ ഫീമെയിൽ. ഓക്കെ, ഇവരെ നമുക്ക് എവിടെ കാണുന്നത്? ഓവറിനകത്താണ് നമുക്ക് കോർപ്പസ് ലൂട്ടിയത്തെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് ഒരു സ്റ്റീറോയിഡ് ഹോർമോൺ ആണ്. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പ്രൊജസ്ട്രോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഇവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ റപ്ചറും അതുപോലെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വഴിയായിട്ടാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലെ, ഇതാണ് എന്ത്? ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഈ ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ റപ്ചറും ട്രാൻസ്ഫോർമേഷനും ഒക്കെ നടന്നിട്ടാണ് ഏർലി കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്നത്. അതിനുശേഷമാണ് എന്ത്? മെച്യൂർഡ് ആയ കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്നത്. സോ ഈ കോർപ്പസ് ലൂട്ടിയത്തിനകത്താണ് എന്തുള്ളത്? പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കൂടാതെ ഈസ്ട്രജൻ, ഇൻഹിബിൻ എ എന്ന് പറയുന്ന ഹോർമോൺസിനെയും ചെറിയ എമൗണ്ടിൽ കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ പ്രൊജസ്ട്രോണിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? അതേ തന്നെയാണ് കോർപ്പസ് ലൂട്ടിയത്തിന്റെയും മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ പ്രൊജസ്ട്രോണിനെ പോലെ തന്നെ കോർപ്പസ് ലൂട്ടിയവും എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇംപ്ലാന്റേഷൻ ചെയ്യപ്പെടുന്നതിനും അതുപോലെ പ്രഗ്നൻസിയിലും എന്ത് ചെയ്യുന്നുണ്ട്? കോർപ്പസ് ലൂട്ടിയം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. സോ ഈ കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്ന ഫേസ് ഏതാണ്? ലൂട്ടിയൽ ഫേസ് ആണ്. മെൻസ്ട്രൽ സൈക്കിളിന്റെ ലൂട്ടിയൽ ഫേസിൽ വെച്ചിട്ടാണ് കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്നത്. അതും നോട്ട് ചെയ്ത് വെക്കുക. സോ ലൂട്ടിയൽ ഫേസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിളിലാണ് നമുക്ക് കോർപ്പസ് ലൂട്ടിയത്തെ കാണാൻ സാധിക്കുന്നത്. ഈ ലൂട്ടിയൽ ഫേസ് ആണ് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് അല്ലെങ്കിൽ ലാസ്റ്റ് ഫേസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. മെൻസ്ട്രൽ സൈക്കിളിന് പൊതുവെ 4 സ്റ്റേജസ് ആണുള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് ആണ് എന്ത്? മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫോളിക്കുലാർ ഫേസ്, പിന്നീട് ഓവ്യുലേഷൻ ഫേസ്, പിന്നെ ലാസ്റ്റ് വരുന്നതാണ് എന്ത്? ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൂട്ടിയൽ ഫേസിലാണ് എന്ത്? കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫോർമേഷൻ നടക്കുന്നത്. സോ ഇൻ കേസ് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യുന്നുണ്ട്? ഡീജനറേറ്റ് ചെയ്യുന്നത്, അതായത് പൊട്ടുന്നുണ്ട്. അവിടെ അങ്ങനെ പൊട്ടുമ്പോൾ അല്ലെങ്കിൽ എൻഡോമെട്രിയം ഒക്കെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് മെൻസസ് അതിന് കാരണമാകുന്നുണ്ട്. സോ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിലാണ് കോർപ്പസ് ലൂട്ടിയം പൊട്ടുകയും അതുപോലെ എൻഡോമെട്രിയം ഒക്കെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് അതുവഴിയായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അതാണ് എന്ത് വിളിക്കുന്നത്? മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഏത് സ്റ്റേജിലാണ് മെൻസ്ട്രൽ സൈക്കിളിന്റെ ഏത് സ്റ്റേജിലാണ് കോർപ്പസ് ലൂട്ടിയം ഫോർമേഷൻ നടക്കുന്നത്? ലൂട്ടിയൽ ഫേസിലാണ്. ലൂട്ടിയൽ ഫേസിൽ ഓവ്യുലേഷൻ വഴിയായിട്ട് എക്സെൽ റിലീസ് ചെയ്യപ്പെടുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ തന്നെ സ്റ്റേ ചെയ്യുകയും അത് അവിടെ ഒരു 24 മണിക്കൂറോളം ആ ഫലോപ്പിയൻ ട്യൂബിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന എക്സെല്ലിന് സപ്പോസ് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ഫെർട്ടിലൈസേഷൻ നടത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പേം ആ എഗിനെ ഇംപ്രഗ്നേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എക്സെൽ എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അവിടെയും ഡിസിൻറ്റിഗ്രേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഈ എൻഡോമെട്രിയം മെയിൻ്റെനൻസിനെ കീപ്പ് ചെയ്ത് തരുന്ന ഹോർമോണായ പ്രൊജസ്ട്രോണും യൂസ്ഡപ്പ് ആവും. അങ്ങനെ യൂസ്ഡപ്പ് ആവുന്നത് വഴിയായിട്ടാണ് പതിയെ എൻഡോമെട്രിയം എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുകയും അതുവഴിയായിട്ട് ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ മ്യൂക്കസ്, ഫ്ലൂയിഡ് ഇതിൻ്റെയൊക്കെ ഫ്ലോ നടക്കുകയും അതുവഴിയായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? മെൻസ്ട്രൽ സൈക്കിളിന്റെ ആരംഭം ഉണ്ടാവുന്നത്. Which of the following hormones is not secreted by human placenta? ഹ്യൂമൻ പ്ലാസെന്റ സെക്രീറ്റ് ചെയ്യാത്ത ഹോർമോൺ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ HCG, ഓപ്ഷൻ ബി ഈസ്ട്രജൻസ്, ഓപ്ഷൻ സി പ്രൊജസ്ട്രോൺ, ഓപ്ഷൻ ഡി LH. സോ ഓപ്ഷൻ ഡി LH ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. LH എന്ന ഹോർമോൺ അഥവാ ലൂട്ടനൈസിങ് ഹോർമോണിനെയാണ് ഹ്യൂമൻ പ്ലാസെന്റ സെക്രീറ്റ് ചെയ്യാത്തത്. സോ പ്രഗ്നൻസി ടൈമിൽ നോക്കുകയാണെങ്കിൽ HCG എന്ന് പറയുന്ന ഹോർമോൺ ആണ് ഫംഗ്ഷൻ ഓഫ് LH പെർഫോം ചെയ്യുന്നത്. അതുവഴിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കോർപ്പസ് ലൂട്ടിയത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന സ്റ്റീറോയിഡ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴിയായിട്ട് എൻഡോമെട്രിയം ഒക്കെ മെയിൻറ്റെയിൻ ആവുന്നുണ്ട്, ഇംപ്ലാന്റേഷൻ നടക്കുന്നുണ്ട്. ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് നടക്കാനായിട്ട് എന്ത് ചെയ്യും? പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്.
ലേറ്റർ പതുക്കെ പ്രഗ്നൻസി ടൈമൊക്കെ പോകുമ്പോൾ പ്ലാസെൻഡ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറയുന്നത്. ഇവിടെ കോർപ്പസ് ലൂട്ടി എന്ത് ചെയ്യും, റിഗ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ പ്ലാസെൻഡ അപ്പോൾ ആ സമയത്ത് എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ഈസ്ട്രജനെയും പ്രൊജസ്ട്രോണിനെയും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി LH എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, അതിനെ സെക്രീറ്റ് ചെയ്യുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ്. പ്ലാസെന്റൽ ഹോർമോൺസും അതുപോലെ അതിൻ്റെ ആക്ഷൻസും നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ഹോർമോണാണ് ഹ്യൂമൻ കൊറിയോണിക് ഗൊനാഡോട്രോപ്പിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോർപ്പസ് ലൂട്ടിയത്തെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ളത് പ്രൊജസ്ട്രോൺ ആണ്. പ്രൊജസ്ട്രോണിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, യൂട്രൈൻ ലൈനിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ യൂട്രൈൻ കോൺട്രാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതുമാണ്. ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ എന്തിനാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, യൂട്രൈൻ ലൈനിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിനോടൊപ്പം തന്നെ മാമറി ഗ്ലാൻഡുകളെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഈസ്ട്രജൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി പ്ലാസെന്റൽ ലാക്ടോജൻ. പ്ലാസെന്റൽ ലാക്ടോജന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാമറി ഗ്ലാൻഡുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതുപോലെ ഫീറ്റസിന് വേണ്ടത്ര എനർജി കൊടുക്കുക എന്നുള്ളതുമാണ്. ഇനി പാരാതൈറോയ്ഡ് ഹോർമോൺ RP ഉണ്ട്. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കാൽഷ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതാണ് റിലാക്സിൻ എന്ന് പറയുന്നത്. റിലാക്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, സെർവിക്സ് ഏരിയനെ സോഫ്റ്റൻ ചെയ്യുക, അതുപോലെ പ്യൂബിക് സിംഫസിസിനെ വീക്കൻ ചെയ്യുക. ഈ ഒരു എല്ലിനെയാണ് എന്ത് വിളിക്കുന്നത്, പ്യൂബിക് സിംഫസിസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനെയാണ്. അപ്പോൾ ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്, വീക്കൻ ചെയ്യുക എന്നുള്ളതൊക്കെ റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോഴല്ലേ നമുക്ക് പ്രോപ്പറായ ഒരു ചൈൽഡ് ബർത്തിന് പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ. സോ റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഉണ്ട്. ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹാർട്ട് റേറ്റിനെ ഇൻക്രീസ് ചെയ്യുക, ബ്ലഡ് പ്രഷറിനെ ഇൻക്രീസ് ചെയ്യുക, ബ്ലഡ് ഗ്ലൂക്കോസിനെ ഇൻക്രീസ് ചെയ്യുക, അതുപോലെ പാർച്വേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചില പ്ലാസെന്റൽ ഹോർമോൺസും അതിൻ്റെ ആക്ഷൻസും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. The vas deferens receives duct from the seminal vesicle and opens into urethra as option A epididymis, option B ejaculatory duct, option C efferent ductile, option D ureter. So the vas deferens receives duct from the seminal vesicle and opens into the urethra as option B ejaculatory duct ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇജാക്കുലേറ്ററി ഡക്ട് എന്ന് പറയുന്നത് ഒരു ട്യൂബ് പോർഷൻ ആണ്. ഇത് നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണ് കാണാൻ സാധിക്കുന്നത്. സ്പേമിൻ്റെയും അതുപോലെ സെമിനൽ ഫ്ലൂയിഡിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിനാണ് നമുക്ക് എന്തുള്ളത്, ഇജാക്കുലേറ്ററി ഡക്റ്റിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ സ്പേമിനെയും സെമിനൽ ഫ്ലൂയിഡിനെയും യുറേത്രയിലോട്ടാണ് ഈ ഇജാക്കുലേറ്ററി ഡക്റ്റ് വഴിയായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇജാക്കുലേറ്ററി ഡക്റ്റിൻ്റെ ഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഒരു വാസ് ഡിഫറൻസ് അഥവാ ഡക്ടസ് ഡിഫറൻസിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെന്താണ്, ഒരു തിക്ക് വാൾഡ് ആയ ഡക്റ്റ് ആണ്. ദാറ്റ് ഈസ് അറൈസിങ് ഫ്രം ദ എപ്പിഡിഡൈമസ്. നമുക്ക് കാണാം അല്ലേ, ഇതാണ് എപ്പിഡിഡൈമസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് എന്ത്, നമ്മുടെ ഡക്ടസ് ഡിഫറൻസ് അഥവാ വാസ് ഡിഫറൻസിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവർ അസെൻഡ് ചെയ്യുന്നുണ്ട് ടു ദി അബ്ഡോമൻ ആൻഡ് ലൂപ്സ് ഓവർ ദ യൂറിനറി ബ്ലാഡർ. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡക്റ്റുമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇജാക്കുലേറ്ററി ഡക്റ്റുമായിട്ട് ഫ്യൂഷൻ വരുന്നത്. സെമിനൽ വെസിക്കിളും അതുപോലെ ഈ ഡക്റ്റുമായിട്ട് ഫ്യൂഷൻ നടന്ന് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇജാക്കുലേറ്ററി ഡക്റ്റിൻ്റെ ഫോർമേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറയുന്നത് പിന്നീട് ഓപ്പൺ ചെയ്യുന്നത് യുറേത്രയിലോട്ടാണ്. അപ്പോൾ ഇവിടെ ഈ വഴിക്കാണ് എന്ത് ചെയ്യുന്നത്, സ്പേമും സെമിനൽ ഫ്ലൂയിഡും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മൊറുല്ല is a developmental stage. Option A between the zygote and blastocyst. Option B between the blastocyst and gastrula. Option C after the implantation. Option D between implantation and parturition. മൊറുല്ല എന്ന് പറയുന്ന ഡെവലപ്മെന്റൽ സ്റ്റേജ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിറ്റ്വീൻ ദ സൈഗോട്ട് ആൻഡ് ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. ഡെവലപ്മെന്റ് ഓഫ് മൊറുല്ല നമ്മൾ നോക്കുകയാണ്, ഇവിടെ നമുക്ക് കാണാം എഗ്ഗ് കാണാം. അത് പിന്നീട് ഫ്യൂഷൻ നടന്ന് എന്താവുന്നുണ്ട്, സൈഗോട്ടായിട്ട് മാറുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് 2 സെൽ സ്റ്റേജിലോട്ട് എത്തും, പിന്നീട് 4 സെൽ സ്റ്റേജ്, അതിനുശേഷമാണ് 8 to 16 സെൽ സ്റ്റേജ് ആയ മൊറുല്ല ഫോർമേഷൻ നടക്കുന്നത്.
സോ ഇത് ഫോം ചെയ്യുന്നത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ്റെ 4th ഡേയിലാണ് മൊറുള്ള ഫോർമേഷൻ നടക്കുന്നത്. ഇനി മൊറുള്ള ഈസ് ഫോംഡ് അറ്റ് ദ അപ്പർ പോർഷൻ ഓഫ് ഓവിഡക്ട്, അതായത് ഇസ്തമസ് എന്ന് പറയുന്ന ഒരു പോർഷനിലാണ് മൊറുള്ള ഫോർമേഷൻ നടക്കുന്നത്. സോ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷമാണ് എന്ത് ഫോം ചെയ്യുന്നത്? മൊറുള്ള ഫോം ചെയ്യുന്നത്. 8 to 16 സ്റ്റേജ് ഉള്ള ഒരു സെൽ സ്റ്റേജ് ആണ്. ക്ലീവേജ് വഴിയായിട്ടാണ് 2 സെല്ലുള്ളത് 4 സെല്ലാവുകയും പിന്നീട് ആ 4 സെല്ലുള്ളത് 8 to 16 സെല്ലുള്ള മൊറുള്ള എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് എത്തുകയും ചെയ്യുന്നത്. ഇനി മൊറുള്ള എന്ന് പറയുന്നത് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 32 തൊട്ട് 64 സെൽസ് ആണ്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് ഇന്നർ സെൽ മാസും അതുപോലെ ഔട്ടറുള്ള ഈ ഏരിയനെയാണ് എന്ത് വിളിക്കുന്നത്? ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സോ ഇതാണ് ഈ ബ്ലൂ കളേർഡ് ആയിട്ടുള്ളതാണ് ഇന്നർ സെൽ മാസ്. ഔട്ടർ പോർഷൻ ആണ് എന്ത്? ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. മൊറുള്ള എന്ന് പറയുന്നത് 8 to 16 സെല്ലുള്ള ഒരു സ്റ്റേജ് ആണ്. 4th ഡേ ആഫ്റ്റർ ഫെർട്ടിലൈസേഷനിലാണ് മൊറുള്ള ഫോർമേഷൻ നടക്കുന്നത്. ക്ലീവേജ് വഴിയായിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. ഇനി ഇവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പർ പോർഷൻ ഓഫ് ഓവിഡക്ട്, അതായത് ഇസ്തമസിലാണ്. ഇനി ഇവർ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. ആ സ്റ്റേജിലുള്ളത് 32 മുതൽ 64 സെൽസ് ആണ്. ഇവരാണ് പിന്നീട് ഇന്നർ സെൽമാസ് ആയിട്ടും ട്രോഫോബ്ലാസ്റ്റ് ആയിട്ട് മാറുന്നത്. ഈ പറയുന്ന ബ്ലാസ്റ്റോസിസ്റ്റിൽ നിന്നാണ് മൊറുള്ള സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. The change in the amount of yolk and its distribution in the egg will affect option A fertilization, option B formation of zygote, option C pattern of cleavage, option D number of blastomeres produced. So change in the amount of yolk and its distribution in the egg will affect the pattern of cleavage. Which among the following has 23 chromosomes? അപ്പോൾ ഇതിനകത്തുള്ളതിൽ ഏതിലാണ് 23 ക്രോമസോംസിനെ കാണാനായിട്ട് സാധിക്കുന്നത്? ഓപ്ഷൻ എ സ്പെർമാറ്റോഗോണിയ, ഓപ്ഷൻ ബി സൈഗോട്ട്, ഓപ്ഷൻ സി സെക്കൻഡറി oocyte, ഓപ്ഷൻ ഡി ഉഗോണിയ. സോ ഇതിൽ 23 ക്രോമസോംസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓപ്ഷൻ സി സെക്കൻഡറി oocyteലാണ്. Spermatogonia, zygote and oogonia is having 46 chromosomes each. അതേസമയം നമ്മുടെ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിനും സെക്കൻഡറി oocyteനും ഒക്കെ 2n കണ്ടീഷനിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് കാരണം റിഡക്ഷൻ ഡിവിഷനായ മിയോസിസ് ആണ്. മിയോസിസ് 1 ആണ്. നമുക്കറിയാലേ സ്പെർമാറ്റോജെനിസിസും ഉണ്ട് oogenesis ഉണ്ട്. സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുമ്പോൾ സ്പേം ഫോർമേഷൻ്റെ പ്രോസസ്സാണ്. oogenesis എന്ന് പറയുന്നത് ഓവത്തിൻ്റെ ഫോർമേഷൻ പ്രോസസ്സാണ്. സോ സ്പെർമാറ്റോജെനിസിസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രൊഡക്ഷൻ ഓഫ് സ്പേംസിന് വേണ്ടി സ്പെർമാറ്റോഗോണിയം, അതായത് സ്പെർമാറ്റോഗോണിയം മൾട്ടിപ്പിൾ നമ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സ്പെർമാറ്റോഗോണിയം എന്ത് ചെയ്യുന്നുണ്ട്? സെക്ഷൽ മെച്യൂരിറ്റി എത്തുമ്പോൾ അത് ഡിവിഷൻ ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് മാക്സിമം അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനെ? സൈറ്റോപ്ലാസത്തിനെയും റെപ്ലിക്കേറ്റ് ചെയ്ത് വരുന്ന DNA-നെയൊക്കെ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്? അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പ്ലോയിഡി കണ്ടീഷനും എന്താണ്? ഡിപ്ലോയിഡ് തന്നെയാണ്. ഇനി ഈച്ച് ഡിപ്ലോയിഡ് സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തുകൊണ്ട് എന്ത് തരുന്നുണ്ട്? അവർ ഫസ്റ്റ് റിഡക്ഷൻ അഥവാ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 2 ഹാപ്ലോയിഡ് ആയ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റുകളെ തരുന്നുണ്ട്. അങ്ങനെ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റുകൾ ഫോർമേഷൻ നടന്നു കഴിയുമ്പോൾ അവർ പിന്നീട് ഡിവിഷൻ നടന്ന് ഹാപ്ലോയിഡ് ആയ സ്പെർമാറ്റിഡുകളെ തരുന്നുണ്ട്. എന്ത് തരുന്നുണ്ട്? സ്പെർമാറ്റിഡുകളെ തരുന്നുണ്ട്. അങ്ങനെ സ്പെർമാറ്റിഡുകൾ ഫോം ചെയ്തതിന് ശേഷം ഡിഫറൻസിയേഷൻ വഴിയായിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? സ്പേം അഥവാ സ്പെർമാറ്റോസോവ ഫോർമേഷൻ നടക്കുന്നത്. ഇനി oogenesis നമ്മൾ നോക്കുകയാണെങ്കിൽ ഉഗോണിയം എന്ന് പറയുന്നത് എന്താണ്? ഡിവൈഡ് ചെയ്ത് പ്രൈമറി oocyte ആയിട്ട് മാറുന്നുണ്ട്. ഈ പ്രൈമറി oocyteന്റെ പ്ലോയിഡി ലെവൽ എന്താണ്? 2n തന്നെയാണ്, അതായത് ഡിപ്ലോയിഡ് സ്റ്റേജിലാണ്. ഇനി പ്രൈമറി oocyte ആണ് പിന്നീട് ഡിവൈഡ് ചെയ്തുകൊണ്ട് സെക്കൻഡറി oocyte ആയിട്ട് മാറുന്നത്. അവിടെയും എന്താണ്? റിഡക്ഷൻ ഡിവിഷൻ അഥവാ മിയോസിസ് ആണ് നടക്കുന്നത്. അവിടെ അതുകൊണ്ടാണ് എന്ത് 23 ക്രോമസോംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ അവിടെ ഫസ്റ്റ് പോളാർ ബോഡിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഊട്ടിഡ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. അവിടെയും പോളാർ ബോഡീസിന്റെ ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഊട്ടിഡ് ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ഫുള്ളി ഡെവലപ്ഡ് ആയ ഓവം ആയിട്ട് മാറുന്നത്. സോ സ്പെർമാറ്റോജെനിസിസ് ആയിക്കോട്ടെ oogenesis ആയിക്കോട്ടെ, ഇറ്റ്സ് ദ ഫോർമേഷൻ ഓഫ് മെയിൽ ഗാമീറ്റ്സ് ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് നമുക്ക് കാണാം. സോ സ്പെർമാറ്റോജെനിസിസ് വഴിയായിട്ട് 4 ഹാപ്ലോയിഡ് ആയ
മൊട്ടൈലായ, അതായത് മൊട്ടൈൽ എന്ന് വെച്ചാൽ മൂവ്മെന്റ് കാണിക്കുന്ന മെയിൽ ഗാമേറ്റ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം നമുക്ക് oogenesis വഴിയായിട്ട് കിട്ടുന്നത് ഓവത്തിനെയാണ്. അതെന്താണ്? ഹാപ്ലോയിഡ് ആണ്, നോൺ മൊട്ടൈൽ ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഉഗോണിയത്തിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. The correct sequence of stages in spermatogenesis are: Option A, spermatogonia, spermatid, spermatocyte, sperm. Option B, spermatocyte, spermatogonia, spermatid, sperm. Option C, spermatogonia, spermatocyte, spermatid, sperm. Option D, spermatid, spermatocyte, spermatogonia, sperm. So option C, spermatogonia, spermatocyte, spermatid, sperm ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. നേരത്തെ സ്ലൈഡ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഇതാണ് സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്നത്. ഡിപ്ലോയിഡ് കണ്ടീഷനിലാണ്. മൈറ്റോസിസ് വഴിയായിട്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, അതും 2n കണ്ടീഷനിലാണ് കാണാൻ സാധിക്കുന്നത്. അതാണ് പിന്നീട് റിഡക്ഷൻ ഡിവിഷനായ മിയോസിസ് 1 വഴിയായിട്ട് 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സിന്റെ ഫോർമേഷന് കാരണമാവുന്നത്. ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റുകളാണ് മിയോസിസ് 2 വഴിയായിട്ട് എന്ത് ഫോം ചെയ്യുന്നത്? സ്പെർമാറ്റിഡുകളായിട്ട് മാറുന്നത്. ഇവരാണ് പിന്നീട് സ്പെർമിയോജെനിസിസ് വഴി സ്പെർമാറ്റോസോവ അഥവാ സ്പേം സെൽസ് ആയിട്ട് മാറുന്നത്. സോ ഈ ഓർഡർ പഠിച്ചു വെക്കുക. സ്പെർമാറ്റോഗോണിയാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അഥവാ സ്പെർമാറ്റോസൈറ്റ് എന്ന് തന്നെ പറയാം, സെക്കൻഡറി ആൻഡ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഫോർമേഷൻ. അതിനുശേഷം സ്പെർമാറ്റിഡ്സ്, ദെൻ സ്പെർമാറ്റോസോവ അഥവാ സ്പേം അല്ലെങ്കിൽ സ്പേം സെൽസ് എന്നൊക്കെ പറയാം. Withdrawal of which of the following hormone is the immediate cause of menstruation? മെൻസ്ട്രേഷൻ്റെ ഇമ്മീഡിയറ്റ് കോസിന് കാരണമാകുന്ന ഹോർമോൺ ഏതിൻ്റെ റിമൂവൽ വഴിയായിട്ടാണ് മെൻസ്ട്രേഷൻ നടക്കുന്നത്? നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നു, എങ്കിലും പറയാണ്. ഓപ്ഷൻ എ പ്രൊജസ്ട്രോൺ, ഓപ്ഷൻ ബി FSH/RH, ഓപ്ഷൻ സി ഈസ്ട്രജൻ, ഓപ്ഷൻ ഡി FSH. സോ ഓപ്ഷൻ എ പ്രൊജസ്ട്രോൺ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടെന്ന് വിചാരിക്കുന്നു, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. Which extra embryonic membrane in humans prevent the desiccation of the embryo inside the uterus? സോ യൂട്രസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏത് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ ആണ് ഡെസിക്കേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഡെസിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡ്രൈ ആക്കുക, അതായത് അതിൻ്റെ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത് ഡ്രൈ ആയി പോവുക എന്നുള്ളതാണ് ഡെസിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഏത് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ സ്ട്രക്ചർ ആണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഓപ്ഷൻ എ അമ്നിയോൺ, ഓപ്ഷൻ ബി യോക്ക് സാക്ക്, ഓപ്ഷൻ സി കൊറിയോൺ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. സോ ഓപ്ഷൻ എ അമ്നിയോൺ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് അമ്നിയോൺ എന്ന് പറയുന്നത്. അമ്നിയോൺ എന്താണ്? അമ്നിയോൺ ഒരു ബൈലെയർഡ് ആയിട്ടുള്ള ലെയർ ആണ്. ഇതാണ് നമുക്ക് ഡെസിക്കേഷനിൽ നിന്ന് നമ്മുടെ എംബ്രിയോനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ സറൗണ്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആരെ കാണാൻ സാധിക്കുന്നത്? ബൈലെയർഡ് സ്ട്രക്ചറായ അമ്നിയോണെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതുകൂടാതെ കൊറിയോണെ കാണാം. കൊറിയോണിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ന്യൂട്രിയൻസിൻ്റെ ഒക്കെ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. ഗ്യാസസ്, വേസ്റ്റ് ഇതൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊറിയോണിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതുകൂടാതെ ബ്ലഡും അതുപോലെ ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്നതിന് അംബലിക്കൽ കോഡ് കാണാം, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കാണാം എംബ്രിയോനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന്. സോ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിൻ്റെ ഫംഗ്ഷനൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ദ ലീഡിംഗ് സെൽസ് ആർ ദ സോഴ്സ് ഓഫ് ഓപ്ഷൻ എ ഫ്രക്ടോസ്, ഓപ്ഷൻ ബി ആൻഡ്രോജൻസ്, ഓപ്ഷൻ സി പ്രൊജസ്ട്രോൺ, ഓപ്ഷൻ ഡി മ്യൂക്കസ്. ലീഡിംഗ് സെൽസ് എന്തിൻ്റെ സോഴ്സാണ്? ഓപ്ഷൻ ബി ആൻഡ്രോജൻസിൻ്റെ സോഴ്സാണ് ലീഡിംഗ് സെൽസ് എന്ന് പറയുന്നത്. ഇൻ ഹ്യൂമൻ ഫീമെയിൽസ് മിയോസിസ് 2 is not completed until dash. ഓപ്ഷൻ എ യൂട്രൈൻ ഇംപ്ലാന്റേഷൻ, ഓപ്ഷൻ ബി ബർത്ത്, ഓപ്ഷൻ സി പുബർട്ടി, ഓപ്ഷൻ ഡി ഫെർട്ടിലൈസേഷൻ. ഇൻ ഹ്യൂമൻ ഫീമെയിൽസ് മിയോസിസ് 2 is not completed until. മിയോസിസ് 2 കംപ്ലീറ്റഡ് ആവുന്നില്ല until. ഓപ്ഷൻ ഡി ഫെർട്ടിലൈസേഷൻ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ ഓവ്യൂലേഷൻ ഈച്ച് oocyte continues to be in മെറ്റാഫേസ് ഓഫ് മിയോസിസ്. നമുക്കറിയാം അല്ലേ, പല ഫേസുകളും നമുക്ക് മിയോസിസിൽ കാണാൻ സാധിക്കും. പ്രോഫേസ്, അനഫേസ്, മെറ്റാഫേസ്, അതുപോലെ ടീലോഫേസ്. സോ ഓവ്യുലേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ oocyte എന്ന് പറയുന്നത് മിയോസിസ് 2ൻ്റെ മെറ്റാഫേസിൽ ലോക്കായി പോകുന്നുണ്ട്. അങ്ങനെ മിയോസിസ് 2 പിന്നീട് കംപ്ലീറ്റ് ചെയ്യുന്നത് ഫെർട്ടിലൈസേഷന് ശേഷമാണ്. അതുവഴിയായിട്ടാണ് ഫെർട്ടിലൈസ്ഡ് ആയ മെച്യൂർ ആയ ഓവം അതുപോലെ സെക്കൻഡ് പോളാർ ബോഡിയും ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. സെമിനൽ പ്ലാസ്മ ഇൻ ഹ്യൂമൻസ് ഇസ് റിച്ച് ഇൻ ഓപ്ഷൻ എ ഫ്രക്ടോസ് ആൻഡ് കാൽഷ്യം,
ഓപ്ഷൻ ബി ഗ്ലൂക്കോസ് ആൻഡ് കാൽഷ്യം, ഓപ്ഷൻ സി പ്രൊജസ്ട്രോൺ ആൻഡ് ടെസ്റ്റോസ്റ്റെറോൺ, ഓപ്ഷൻ ഡി പൊട്ടാഷ്യം ആൻഡ് കാൽഷ്യം. സോ സെമിനൽ പ്ലാസ്മ ഇൻ ഹ്യൂമൻസ് എന്ന് പറയുന്നത് എന്തിൽ റിച്ച് ആണ്? ഓപ്ഷൻ എ ഫ്രക്ടോസ് ആൻഡ് കാൽഷ്യത്തിൽ റിച്ച് ആണ്. എന്ത്? സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത് ഒരു മിക്സ്ചർ ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. സെമിനൽ ഓർഗൻസിൽ നിന്നൊക്കെ വരുന്ന ഒരു മിക്സ്ചർ ഓഫ് ഫ്ലൂയിഡ് ആണ് സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് fluid from seminal organs in the human male reproductive system. So ഇതിന്റെ സെക്രീഷൻസ് നോക്കുകയാണെങ്കിൽ ബൾബറീത്രൽ ഗ്ലാൻസിൽ നിന്നുള്ള സെക്രീഷൻസ്, സെമിനൽ വെസിക്കിളുകൾ, പ്രോസ്ട്രേറ്റ്, വാസ ഡിഫറൻഷ്യ, എപ്പിഡൈമസ്, ഇതിനകത്തു നിന്നുള്ള സെക്രീഷൻസ് ഒക്കെ എന്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്? സെമിനൽ പ്ലാസ്മയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഫ്ലൂയിഡ്സിനകത്ത് ഫ്രക്ടോസ്, കാൽഷ്യം, അതുപോലെ പല പല എൻസൈംസിനെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ സെമിനൽ പ്ലാസ്മയിൽ ഒരുപാടധികം ഫ്രക്ടോസ്, കാൽഷ്യം, എൻസൈംസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ദ മെംബ്രേനിയസ് കവർ ഓഫ് ഓവം അറ്റ് ഓവ്യുലേഷൻ ഈസ് ഓപ്ഷൻ എ കൊറോണ റേഡിയേറ്റ, ഓപ്ഷൻ ബി സോണ റേഡിയേറ്റ, ഓപ്ഷൻ സി സോണ പെലൂസിഡ, ഓപ്ഷൻ ഡി കൊറിയോൺ. മെംബ്രേനിയസ് കവർ ഓഫ് ഓവം അറ്റ് ഓവ്യുലേഷൻ ഈസ് ഓപ്ഷൻ എ കൊറോണ റേഡിയേറ്റ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സോ ഇതാണ് കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്നത്. ഇതുകൂടാതെ സോണ പെലൂസിഡ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്നത് ഒരു തിക്കായ ഔട്ടർ മെംബ്രെയിൻ ആണ്. ഇറ്റ്സ് പ്രസന്റ് ഔട്ട്സൈഡ് ദ സോണ പെലൂസിഡ. അതേസമയം സോണ പെലൂസിഡ എന്ന് പറയുന്നത് തിക്കറായ ലെയർ ആണ്. ദറ്റ് ഈസ് പ്രസന്റ് അറൗണ്ട് ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് oocyte. നമുക്കിവിടെ കാണാം അല്ലേ, oocyteന് ചുറ്റുമുള്ള പ്ലാസ്മ മെംബ്രെയിന് ചുറ്റുമായിട്ടാണ് നമുക്ക് സോണ പെലൂസിഡേനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സോണ പെലൂസിഡയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണ്. ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻസ്. അതേസമയം കൊറോണ റേഡിയേറ്റ എന്ന് പറയുമ്പോൾ അതുണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഹൈലൂറോണിക് ആസിഡ്സ് ഒക്കെ വെച്ചിട്ടാണ്. ഇനി ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിന് ചുറ്റുമാണ് നമുക്ക് സോണ പെലൂസിഡ എന്ന് പറയുന്ന ജെല്ലി കോട്ടിനെ കാണാൻ സാധിക്കുന്നത്. അതേസമയം കൊറോണ റേഡിയേറ്റ നമുക്ക് കാണാൻ സാധിക്കുന്നത് സോണ പെലൂസിഡയുടെ ചുറ്റുമാണ് നമുക്ക് കൊറോണ റേഡിയേറ്റനെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ വേറെ പേരാണ് എന്ത്? ഫോളിക്കുലാർ സെൽസ് എന്ന് പറയുന്നത്. ഇനി ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള സോണ പെലൂസിഡയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്രോസോമൽ റിയാക്ഷനിലാണ്. സ്പേമിൻ്റെ ആക്രോസോമൽ റിയാക്ഷനിലാണ്. അത് എന്തിനാണ്? സ്പേം വന്ന് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആക്രോസോമൽ റിയാക്ഷൻ ഒക്കെ നടക്കുന്നത്. അതുപോലെ പോളിസ്പേമി, അതായത് കൂടുതൽ സ്പേംസ് ഓവത്തിൽ വന്ന് ഫെർട്ടിലൈസേഷൻ നടക്കാതിരിക്കാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് പോളിസ്പേമി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് എന്ത്? സോണ പെലൂസിഡ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതേസമയം കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ വൈറ്റൽ ആയിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ ഓവത്തിന് പ്രൊവൈഡ് ചെയ്യുന്നത് കൊറോണ റേഡിയേറ്റയാണ്. In humans, at the end of first meiotic division, the male germ cells is going to differentiate into dash. In humans, at the end of first meiotic division, ആദ്യത്തെ meiotic division ശേഷം male germ cells എന്തായിട്ടാണ് മാറുന്നത്? നമ്മളിത് ഡിസ്കസ് ചെയ്തിരുന്നു. ഓപ്ഷൻ എ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ്, ഓപ്ഷൻ ബി സ്പെർമാറ്റോഗോണിയ, ഓപ്ഷൻ സി സ്പെർമാറ്റിഡ്സ്, ഓപ്ഷൻ ഡി ആനുലാർ ട്യൂബ്യൂൾസ്. സോ ഹ്യൂമൻസിൽ at the end of meiotic division male germ cells ആരുമായിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ആയിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഇതാണ് സ്പെർമാറ്റോഗോണിയ. അത് പിന്നീട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു, പിന്നീട് അത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ആയിട്ട് മാറുന്നു, അത് പിന്നീട് സ്പെർമാറ്റിഡുകളായിട്ടും പിന്നീട് സ്പെർമാറ്റോസോവ ആയിട്ടൊക്കെ മാറുന്നുണ്ട്. സോ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറയുന്നത് ഒരു ഡിപ്ലോയിഡൈഡ് സെല്ലാണ്. അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് എന്താണ്? സ്പെർമാറ്റോഗോണിയത്തിൽ നിന്നാണ്. അത് പിന്നീട് മിയോസിസ് ഒക്കെ നടന്നിട്ടാണ് രണ്ട് ഹാപ്ലോയിഡ് സെൽസ് ഫോം ചെയ്യുന്നത്. ഈ ഹാപ്ലോയിഡ് സെൽസിനെയാണ് എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഈച്ച് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിനും 23 ക്രോമസോമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ എത്രയാണ്? 46 ആണ് അല്ലേ? കാരണം മിയോസിസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സിന്റെ ഫോർമേഷൻ നടക്കുന്നത്. Fetal ejection reflex in human female is induced by option A oxytocin release, option B differentiation of mammary glands, option C fully developed fetus and placenta, option D none of the above. ഇതിനോടനുബന്ധിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ നോക്കിയിരുന്നു. അപ്പോൾ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്ന് പറയുന്നത് ഇൻഡ്യൂസ് ചെയ്യുന്നത്
ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസും അതുപോലെ പ്ലാസന്റയുമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് തമ്മിലൊന്നും കൺഫ്യൂഷൻ ആവരുത്. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സിന് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ഡെവലപ്ഡ് ആയ ഫീറ്റസും അതുപോലെ പ്ലാസന്റയുമാണ്. വിച്ച് ഹോർമോൺ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റെഗുലേറ്റ്സ് സെർട്ടോളി സെൽസ്? സെർട്ടോളി സെല്ലുകളെ റെഗുലേറ്റ് ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ ഹോർമോൺ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ LH, ഓപ്ഷൻ ബി FSH, ഓപ്ഷൻ സി GH, ഓപ്ഷൻ ഡി prolactin. So hormone of pituitary gland which is regulating Sertoli cells FSH ആണ്. So option B ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. Sertoli cells result in the production of androgen binding protein അഥവാ ABP-യുടെ പ്രൊഡക്ഷന് കാരണമാവുന്നുണ്ട്. ഇവർ മെച്യൂർഡ് ആവുന്നത് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ FSH-ന്റെ എഫക്റ്റ് കൊണ്ടാണ്. ഇനി ഈ പറയുന്ന FSH-നെ റിലീസ് ചെയ്യുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ്. അതിനെ റിലീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് GnRH എന്ന് പറയുന്ന ഹോർമോൺ ആണ്. അത് റിലീസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസിൽ നിന്നാണ്. സോ ഹൈപ്പോതലാമസിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന GnRH വഴിയായിട്ടാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും FSH എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. ഇതാണ് എന്ത് ചെയ്യുന്നത് ABP എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രൊഡക്ഷനും മെച്യൂറേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഗ്രോത്ത് ഓഫ് സെർട്ടോളി സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോത്ത് ഓഫ് സെർട്ടോളി സെൽസ് വഴിയായിട്ട് അതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. അതായത് അത്യാവശ്യത്തിനുള്ള സെർട്ടോളി സെൽസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിക്കോളാം, അത് തന്നെ ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അതുവഴിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? GnRH-ന്റെ സെക്രീഷനിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാവുകയും GnRH സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതുവഴിയായിട്ട് ഗ്രോത്ത് മതിയാവുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ സെർട്ടോളി സെൽസിന് മെച്യൂറേഷൻ സംഭവിക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് കാണാം സെർട്ടോളി സെൽസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? FSH ആണ്. അതിന് മെയിനായിട്ട് സിഗ്നൽ കൊടുക്കുന്നത് ആരാണ്? GnRH ആണ്. GnRH-നെ റിലീസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസിൽ നിന്നാണ്. അത് നോട്ട് ചെയ്യുക. അതുപോലെ FSH റിലീസ് ചെയ്യപ്പെടുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. വിച്ച് പാർട്ട് ഓഫ് ദ ഓവറി ഇൻ മാമൽസ് ആക്ട് ആസ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആഫ്റ്റർ ഓവ്യൂലേഷൻ? ഓവ്യൂലേഷന് ശേഷം ഏത് ഭാഗമാണ്, ഓവറിയുടെ ഏത് ഭാഗമാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്? ഓപ്ഷൻ എ ജെർമിനൽ എപ്പിത്തീലിയം, ഓപ്ഷൻ ബി സ്ട്രോമ, ഓപ്ഷൻ സി ഗ്രാഫിയൻ ഫോളിക്കിൾ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. സോ ഏത് പാർട്ട് ഓഫ് ഓവറിയാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് പിന്നീട് ഓവ്യൂലേഷൻ കഴിഞ്ഞതിന് ശേഷം ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ ഓപ്ഷൻ സി ഗ്രാഫിയൻ ഫോളിക്കിളാണ് ശരിയായ ഉത്തരം. നമ്മൾ പറഞ്ഞായിരുന്നു ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ റപ്ചർ ഒക്കെ വഴിയായിട്ടാണ് കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്നത്. ഇവരാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ഓവ്യൂലേഷൻ ശേഷം ആക്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്നാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അൾട്രാസൗണ്ട് ഓഫ് ഹൗ മച്ച് ഫ്രീക്വൻസി ഈസ് ബീംഡ് ഇൻ ടു ദ ഹ്യൂമൻ ബോഡി ഫോർ സോണോഗ്രാഫി? സോണോഗ്രാഫിക്ക് വേണ്ടിയിട്ട് എത്ര ഫ്രീക്വൻസി ഉള്ള അൾട്രാസൗണ്ട് ആണ് ഹ്യൂമൻ ബോഡിയിലോട്ട് ബീം ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 0.01 to 0.015 MHz, ഓപ്ഷൻ ബി 1 to 18 MHz, ഓപ്ഷൻ സി 130 to 150 MHz, ഓപ്ഷൻ ഡി 190 to 250 MHz. സോ ഓപ്ഷൻ ബി 1 to 18 MHz ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സോ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് എന്ത് സൗണ്ടാണ്? നമ്മുടെ ഹ്യൂമൻ ഹിയറിങ്ങിൻ്റെ ഓഡിയബിൾ ലിമിറ്റിൽ കൂടുതലായിട്ടുള്ള സൗണ്ടിനെയാണ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. ലോ ഫ്രീക്വൻസീസ് എപ്പോഴും നമുക്ക് ലെസ് റെസൊല്യൂഷനുള്ള ഇമേജസ് ആണ് തരുന്നത്. സോ അൾട്രാസൗണ്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എത്ര ഫ്രീക്വൻസിയാണ്? 1 to 18 MHz ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോണോഗ്രാഫി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡി പാർട്സിൻ്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഫ്രീക്വൻസി ഉള്ള സൗണ്ട് വേവ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് റിക്വസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ പോർഷൻസ് എടുക്കാനായിട്ട് ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മി യുവർ ബണ്ണി സൈനിങ് ഓഫ്. താങ്ക് യു.